ആയുർവേദ ചികിത്സയ്ക്കൊപ്പം നടത്തുന്ന നെൽകൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി നാഗപ്പുഴ സ്വദേശി ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളിയിൽ. പാരമ്പര്യ രീതിയിൽ നടത്തുന്ന കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യയോടുകൂടി സംയോജിപ്പിച്ചപ്പോൾ ഇരട്ടി വിളവും കൂടിയാണ് ഡോക്ടർക്ക് ലഭിച്ചത്. വർഷത്തിൽ 2 പ്രാവശ്യം നടത്തുന്ന നെൽകൃഷി തികച്ചും ജൈവ രീതിയിലാണെന്ന സവിശേഷതയും ഉണ്ട്. ആയുർവേദ ചികിത്സയുടെ തിരക്കിനിടയിലും പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന കൃഷി കൈവിട്ട് കളയാൻ ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളിൽ ഒരുക്കമായിരുന്നില്ല. കൃഷി ലാഭകരമല്ലെന്ന പൊതുവെയുള്ള വിലയിരുത്തൽ അത്ര ശരിയല്ലെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം പരമ്പരാഗത രീതി കൂടി ബുദ്ധിപൂർവ്വം സംയോജിപ്പിച്ചാൽ മികച്ച വിളവ് ലഭിക്കുമെന്നാണ് മാത്യു ഡോക്ടറുടെ അനുഭവം. നാടൻ വിത്തിനങ്ങൾക്കൊപ്പം ഔഷധമൂല്യമേറിയ രക്തശാലി ഉൾപ്പെടെയുള്ളവയും ഡോക്ടറുടെ 2 ഏക്കർ പാടത്ത് വിതയ്ക്കാറുണ്ട്. നെല്ല് വീട്ടാവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവ ഡോക്ടറുടെ സ്വന്തം ആശുപത്രി ക്യാൻറ്റീനിലും ഉപയോഗിക്കും. ഈ കഴിഞ്ഞ കൃഷി നമുക്ക് നല്ല വിളവാണ് കിട്ടിയത്. ഈ 2 ഏക്കർ പാടത്ത് മൊത്തം കൃഷി ചെയ്യുവാൻ നമുക്ക് ഹാർവെസ്റ്റിംഗ് മെഷീൻ കിട്ടി. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഞാറിടാനും ഞാറ് പ്ലാന്റ് ചെയ്യാനുള്ളൊരു മെഷീനും കിട്ടിയതുകൊണ്ട് നമ്മുടെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഒരുപാട് കുറവാണ് വന്നത്. ഉദ്ദേശം ഈ 2 ഏക്കർ കൃഷിയിൽ ഞാറിട്ട് നട്ട് വളപ്രയോഗം ചെയ്ത് അത് ഹാർവെസ്റ്റ് ചെയ്ത് ആ നെല്ലെടുക്കുന്നവരെയുള്ള എക്സ്പെൻസ് ഉദ്ദേശം ഒരു 25,000 രൂപ 30,000 രൂപയിലുള്ളിൽ തീർന്നു. കേവലം നെല്ലുൽപാദനം എന്നതിലുപരി പാടത്ത് പതിവായി കൃഷി ഇറക്കുന്നത് മൂലം പരിസര പ്രദേശങ്ങളിലെ ഭൂജല സംരക്ഷണം ഉറപ്പുവരുത്താനും കഴിയുമെന്നതും ഡോക്ടർക്ക് ഏറെ സന്തോഷം നൽകുന്നു. പലരും പാടം നികത്തി കെട്ടിടങ്ങളും മറ്റും ഉയർത്തുമ്പോൾ പരമ്പരാഗത കൃഷി കൈവിടാത്ത മാത്യു ഡോക്ടറെ പോലെയുള്ളവർ സമൂഹത്തിന് മാതൃകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി.